ഇത്രയും കൊതുകുകൾ ഇത് എവിടുന്ന് വന്നാ കുത്തുന്നത്? എനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ കിട്ടുന്ന സ്വീറ്റിനേക്കാളും മധുരമാണ് നിന്റെ ചോരക്കെന്ന, അതുകൊണ്ടാ നിന്നെ കുത്തുന്നേ. ഒന്നിനെ കൊന്നു, രണ്ടാമത്തെയും കൊന്നു, മൂന്നിനെ കൊന്നു, കൊന്നു, ഇതിനെയും കൊന്നു. ഇവര് രണ്ടുപേരും എന്താ രാത്രി ഇത്രയും ഒച്ചപ്പാടുണ്ടാക്കുന്നേ? ഞാൻ പോയി നോക്കട്ടെ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ രാത്രി കിടന്ന് കഴുതരാഗം പാടുന്നത്? കഴുതരാഗമല്ല, നടുവൊടിഞ്ഞിട്ട് കരഞ്ഞതാണ്. ബോക്സറേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞങ്ങളിപ്പോ അതൊന്നും പാടിയിട്ടില്ലെന്നേ. ഓഹോ, അപ്പൊ ഞാൻ കള്ളം പറയാണല്ലേ? ഇപ്പൊ കാണിച്ചേരാ. ഇവനെന്താ ഭ്രാന്താണോ? മറ്റുള്ളവര് പറയുന്നൊന്നും കേൾക്കുന്നില്ലല്ലോ. ഓഹോ, അപ്പൊ എനിക്ക് ഭ്രാന്താണെന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? ഇന്ന അതിനെ കണ്ടുപിടിച്ചോ. എനിക്ക് വയ്യാഞ്ഞിട്ടാ, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു കൊടുത്താന്. നിങ്ങൾ എന്തിനാ വെറുതെ കഷ്ടപ്പെടുന്നേ? നിങ്ങളുടെ ജോലി ഞങ്ങൾ ചെയ്തെന്നേ ഉള്ളൂ. നിങ്ങളുടെ ഈ ഒരു കാര്യം എനിക്ക് വളരെ ഇഷ്ടമായി. എന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കുന്നുണ്ടല്ലോ. ഇതുപോലത്തെ അയൽവാസികൾ എല്ലാവർക്കും കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കും. എന്റെ ഗസീറ്ററാം സാർ, ഇത്രയും നീളമുള്ള ക്യൂ എന്തിനാ? ഡോക്ടർ ജഡ്ക ഇത്രയും പേരെടുത്തുനിന്ന് കടം മേടിച്ചിട്ടുണ്ടോ? അടുത്തല്ലോ, ഇവിടെ എല്ലാവർക്കും മലേറിയ ആണ്. പിന്നെ ഇവിടെ അടുത്ത് കാണാൻ വേറെ ഡോക്ടർമാരൊന്നില്ലല്ലോ. ഹേയ്, നിങ്ങൾ എല്ലാവരും ഈ തുള്ളി മരുന്ന് വീട്ടിൽ കൊണ്ടുപോവുക. എന്നിട്ട് ഓരോ തുള്ളി വീതം കൊതുകിന്റെ വായിൽ ഒഴിച്ചു കൊടുക്കുക. മതി, പിന്നെ മലേറിയ ഒരിക്കലും വരില്ല. ഇയാൾ നമ്മളെ കളിയാക്കുവാന്നാ തോന്നുന്നത്. രാത്രി മുഴുവൻ കൊതുകിനെ പിടിച്ച് അതിന്റെ വായിലേക്ക് ആരോടോ മരുന്നൊടിച്ചു കൊടുക്കാൻ പോണേ. തല്ലണം ഇയാള് നമ്മളെ വിഡ്ഢിയാക്കുകയാണ്. ഓ മോട്ടു, എന്റെ സഹോദര, ഇവരെന്തിനാ എന്നെ ഇങ്ങനെ തല്ലിയത്? ഞാൻ ഇവർക്ക് മരുന്നല്ലേ കൊടുത്തുള്ളൂ. എന്റെ വലിയേട്ടാ, നിങ്ങൾ അവരോടൊക്കെ എന്താ പറഞ്ഞത്? കൊതുകിന്റെ വായിൽ മരുന്നൊഴിക്കണോന്നല്ലേ? കൊതുകിനെ പിടിച്ച് അതിന്റെ വായിൽ മരുന്നൊഴിക്കാന്നൊക്കെ പറഞ്ഞാ പിന്നെ ജനങ്ങൾ വെറുതെ ഇരിക്കുവോ? എന്റെ രോഗികളാണ് സത്യം. പെട്ടെന്ന് പറഞ്ഞപ്പോ തെറ്റിപ്പോയതായിരിക്കും. ഞാൻ പറയാൻ വന്നത്, ഈ മരുന്നിന്റെ ഓരോരോ തുള്ളി അവരവരുടെ വായിൽ ഒഴിക്കാനാ പോട്ടു. അപ്പൊ പിന്നെ മലേറിയ ഒരിക്കലും വരില്ലല്ലോ ചങ്കേ. നന്നായി ഇപ്പോ നിങ്ങള് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഡോക്ടർ ഈ നേരം കൊണ്ട് ഒരു പരുവത്തിലായിട്ടുണ്ടാവും. നിങ്ങൾ എല്ലാവരും എന്റെ ലാബിലേക്ക് വരൂ. ഞാൻ കൊതുകിനെ കൊല്ലാനുള്ള മരുന്നുണ്ടാക്കാൻ പോവാ. എന്നാ പിന്നെ നിങ്ങളൊക്കെ ചെല്ല്, ഞാൻ സമൂസയായിട്ട് വരാം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഇങ്ങനെ ഒരു മരുന്ന് ആരും ഉണ്ടാക്കാൻ വഴിയില്ല. ഇത് തൊട്ടാ തന്നെ കൊതുക് ചത്തു വീഴും. മരുന്നുണ്ടാക്കിയോ? കഴിഞ്ഞു, ഇതാ തയ്യാറായി. ഒരു കാര്യം ചെയ്യ്, ഞാൻ പറയുമ്പോ ഈ കെമിക്കല് ആ ജാറിലേക്ക് ഒഴിക്കണം. ഓ മോട്ടു, എന്റെ ചങ്കെ, കെമിക്കൽ ഒഴിക്ക. എന്റെ സമൂസ. മോട്ടു പത്തുലു, ഇത് പിടിക്ക്. ഈ സിലിണ്ടർ നിങ്ങൾ കൊണ്ടുപോയിക്കോ. എവിടെയൊക്കെ കൊതുകുകളുണ്ടോ അപ്പോ നിങ്ങൾ ഈ ബട്ടൺ അമർത്തിയാ മതി. ഇതിന്ന് ഗ്യാസ് പുറത്തു വന്ന് കൊതുകുകളൊക്കെ ചത്തോളും. എന്റെ അത്തിപ്പാറ അമ്മച്ചി, ഇത് പ്രശ്നമാകൂന്നാ തോന്നുന്നത്. എന്റെ കെമിക്കലില് സമൂസ വീടല്ലോ. എന്തേ, ഇനിയിപ്പോ മരുന്നിനെ കൊണ്ട് പ്രയോജനം ഉണ്ടാവില്ലേ? പ്രയോജനം ഉണ്ടാവും, പക്ഷെ അതെങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. ഇനി ഒരു കൊതുക് പോലും ഇവിടുന്ന് രക്ഷപ്പെടില്ല. ആർക്കറിയാം, എനിക്ക് ജഡ്കയുടെ മരുന്നിലൊന്നും വലിയ വിശ്വാസം ഇല്ലാട്ടോ. ഇതെന്തുവാ? ഡോക്ടർ ജഡ്കയുടെ മരുന്നിന്റെ ഫലമാ. ഓടിക്കോ. നമുക്ക് വട്ടിക്കടിയിൽ പോയി വിളിക്കാം. എനിക്ക് തോന്നുന്നത് ഡോക്ടർ ജഡ്ക മലേറിയ മാറാൻ ഏതോ പഴയ മരുന്നൊക്കെ ഉണ്ടാക്കി തന്നു. പഴയ മരുന്ന് എങ്ങനെ തരാനാ? പണ്ടെങ്ങാനുണ്ടാക്കിയ പഴയ മരുന്ന് അയാള് മലേറിയ മാറ്റാനാന്ന് പറഞ്ഞ് ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. അത് പരീക്ഷിക്കാൻ അയാൾ നമ്മളെ തന്നെ ഉപയോഗിക്കുകയും ചെയ്തു. കണ്ടില്ലേ മരത്തിന് മുകളിൽ ഒരു ട്രക്ക്? അത് ആരുടെ ആയാലും ഈ കൊതുകുകളൊക്കെ ഇപ്പൊ കൊണ്ടുപോയിക്കോളും. അതിനെയല്ല നമ്മളെ ഇപ്പൊ കൊണ്ടുപോകാൻ പോകുന്നേ. നമ്മുടെ ചുറ്റുവട്ടം ഒന്ന് നോക്ക്. കോടിക്കോ ഒതുകു വരുന്നു. എന്താ കാര്യം?
അതിനർത്ഥം കൊതുക് വരുന്നു ഓടിക്കോന്ന്. പേടി കൊണ്ട് പറഞ്ഞപ്പോ തിരിഞ്ഞു പോയതാ. വേഗം ഓടിക്കോ, അത് വരുന്നുണ്ട്. കൊതുകിനെ പേടിച്ച് ഓടുന്നെന്നോ? കേട്ടോ പച്ചക്കറിക്കാരി, സിംഹത്തിനെ പുലിയൊക്കെ പേടിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇത് കൊതുകിനെ പേടിക്കുന്ന അത്ര. വലിയ ധൈര്യശാലിയാണെന്ന് പറഞ്ഞിട്ട് കൊതുകിനെ പേടിക്കുന്ന കണ്ടില്ലേ? ഓടിക്കോ, കൊതുക് വരുന്നേ. ഇവർക്കിതെന്ത് പറ്റി? ഇവരെന്തിനെങ്ങനെ ഓടുന്നേ? രക്ഷിക്കണേ, രക്ഷിക്കണേ, മോട്ടു രക്ഷിക്കണേ. ഈ സമയത്ത് നിനക്ക് വിശക്കുന്നുണ്ടോ? ഇത് പേടിക്കാരനുള്ള വിശപ്പാ. പക്ഷെ ഞാൻ എല്ലാം പറ്റില്ല എഴുതുന്നുണ്ട് പത്തലു. ചാച്ചേട്ടന് ഞാൻ ഒരിക്കലും പറ്റിക്കില്ല. ആദ്യം അയാളെ രക്ഷിക്കാൻ നോക്ക്. ദേ നോക്ക്, ചിങ്കം സാറ് വരുന്നുണ്ട്. ചിങ്കം സാറേ, വലിയ വലിയ കൊതുകുകൾ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ആളുകളെ പിടിച്ചുകൊണ്ടുപോയി. നമ്മുടെ ചായക്കട ചേട്ടനെ പിടിച്ചു കൊണ്ടുപോയി. Why fear when Chingam is here? ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible, highly impossible. എവിടെയാണ് കൊതുകുകൾ? നിങ്ങൾ വണ്ടി കയറും. കാലാവസ്ഥ നന്നായിട്ടുണ്ട്. വേലുണ്ടെങ്കിലും മുകളിൽ കറുത്ത മേഘങ്ങൾ വന്ന് മൂടിയിട്ടുണ്ട്. മുകളിലേക്ക് നോക്ക്, കറുത്ത കറുത്ത കൊതുകുകളാണ്. എന്റെ അമ്മോ, ഇത്രയും വലിയ കൊതുകുകളോ? മുകളിലേക്ക് എന്തിനാ പോകുന്നത്? അത് നമ്മളെ കൊണ്ടുപോകുന്നതിന് മുമ്പ് വേഗം അതിനെ വെടിവെക്ക്. ഒന്നിനും ഞാൻ വെറുതെ വിടില്ല. എല്ലാറ്റിനും ഞാൻ വെടിവെച്ച് കൊല്ലും. നിങ്ങൾ രണ്ടാളും തേങ്ങയിൽ നിന്ന് രക്ഷപ്പെട്ടോ? നിങ്ങൾ വെടിവെച്ചിട്ട് തേങ്ങ മുഴുവൻ കൊതുകുകൾ പിടിച്ചേ. അതുകൊണ്ട് ഇപ്പൊ ആ കൊതുകുകൾ നമ്മൾ ആക്രമിക്കാൻ നോക്കുക. എന്റെ ബൈക്ക് താഴെട്. നിങ്ങളുടെ കയ്യിൽ ലൈസൻസ് ഇല്ല. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നത് കുറ്റമാണ്. എന്റെ മോട്ടു, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യേ. എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കൂ. ഐഡിയ, ധൈര്യക്കുന്ന ഡസ്റ്റ്ബിൻ അവിടെ ഒളിക്കാം. എന്റെ അമ്മോ. പമ്പര വിഡ്ഢികൾ. സോറി വല്യേട്ടോ, വെറുതെ ഒരു തമാശ പറഞ്ഞതല്ലേ. ഡോക്ടർ ജഡ്ക സാറേ, എന്റെ വലിയേട്ടാ, എന്താ ഇതൊക്കെ? ഓ മോട്ടു, ഞാൻ കണ്ടു കൊതുക് ആൾക്കാരെ എടുത്തുകൊണ്ട് പോകുന്നത്. അവയെല്ലാം രാക്ഷസ കൊതുകുകളായി. എല്ലാം നിന്റെ സമൂസ കാരണോ സംഭവിച്ചത്. അതെന്തിനാ നാട്ടുകാരെ എല്ലാം എടുത്തുകൊണ്ട് പോകുന്നേ? തിന്നാനായിരിക്കും, അല്ലാതെന്തിനാ? ഈ രാക്ഷസ കൊതുകുകളെ മനുഷ്യരെ പിടിച്ചുകൊണ്ടുപോയി എവിടെയോ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അവയ്ക്കൊക്കെ വിശക്കുമ്പോ സമാധാനത്തോടെ കഴിക്കാൻ വേണ്ടിയാ. ഞാൻ അവയെ പഴയ പോലെ ചെറുതാക്കാനുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആ പൂച്ചയുടെ കഴുത്തിൽ മണിയാര് കെട്ടും? പൂച്ചയുടെ കഴുത്തിൽ ഇപ്പോഴെന്തിനാ മണി കെട്ടുന്നത്? പൂച്ചയും കൊതുകുകളുമായിട്ട് എന്താണ് ബന്ധം? ഓ, അയാളൊരു ഉദാഹരണം പറഞ്ഞതാ. അതിനർത്ഥം കൊതുകിന് പുറത്ത് ഈ മരുന്ന് ആരെ കൊണ്ടിടാൻ കഴിയുമെന്നാ. പൊളിക്കടുത്തല്ല, കൊതുകുകളുടെ മീതെ മരുന്നടിക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ടല്ലോ. താങ്ക് യു കസീട്ടറാം, നിങ്ങളുടെ ധൈര്യം ഞാൻ സമ്മതിച്ചു കേട്ടോ. പക്ഷെ എനിക്ക് നിങ്ങളുടെ ധൈര്യത്തിൽ നല്ല വിശ്വാസം ഉണ്ടല്ലോ. ഈ ബട്ടൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് പുറത്തു വന്ന് കൊതുകുകളൊക്കെ അപ്പൊ തന്നെ ചത്തുപോകും. രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി ഒരിക്കലും പ്രവർത്തിക്കില്ല. അതിന് നിന്നോട് ആലോചിക്കാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്കറിയാം നീ ഇതൊക്കെ തന്നെയാ പറയൂന്ന്. മോട്ടു, എന്തെങ്കിലും ചെയ്യൂ. ഇപ്പൊ ഞാൻ പറയുന്നത് എന്തെങ്കിലും ചെയ്യൂ. വേഗം വാ, നമുക്ക് നോക്കാം ഈ കൊതുക് ഇവരെ എവിടേക്കാ കൊണ്ടുവന്നെന്ന്. എന്റെ അമ്മോ, ജഡ്ക, നിങ്ങളും ഇവിടെ എത്തിയോ? എത്തിയതല്ല, എത്തിച്ചതാ സാറേ. പൊളിച്ചടുത്തല്ലോ. ഇവിടുന്ന് രക്ഷപ്പെടാൻ ആകെ ഒരേ ഒരു വഴിയേ ഉള്ളൂ, മുകളിലൂടെ. ഇനിയിപ്പൊ നമ്മൾ എന്താ ചെയ്യാ? അമ്മച്ചി രക്ഷിക്കണേ, മുത്തച്ഛ. മോട്ടു, ആ കൊതുകുകൾ ഇങ്ങോട്ടാ വരുന്നേ. തയ്യാറായിരുന്നോ? ഞാൻ തയ്യാറാണ്.
റെഡി സ്റ്റഡി ഗോ. മരുന്നടിക്ക്. നീ എങ്ങോട്ടാ ഓടുന്നത്? കൊതുകിന്റെ മേലെ മരുന്നടിക്ക്. ജഡ്കയുടെ മരുന്നില്ല, ഇനി എനിക്ക് വിശ്വാസമില്ല. ഇനി ഈ മരുന്നടിച്ച് കൊതുക് വീണ്ടും വലുതായാൽ പിന്നെ ഒരുത്തന്മാരെ നമുക്ക് രക്ഷിക്കാൻ പറ്റിയെന്ന് വരില്ല. എന്റെ അമ്മേ, രക്ഷിക്കണേ. ഓ മോട്ടു, എന്റെ ചങ്ക്, എന്റെ സഹോദര, നീ നിന്റെ ജീവൻ പണയം വെച്ചല്ലേ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വന്നത്. കൊതുകുകളെ കൊല്ലാനുള്ള മരുന്നുമായിട്ട് അങ്ങോട്ട് വന്നിരിക്കുന്നേ. മോട്ടു, നിന്റെ എല്ലാ പറ്റും ഞാൻ മറന്നേക്കാം. മാത്രമല്ല 1 മാസത്തോളം സമോസയും ഫ്രീ. എനിക്കറിയാമായിരുന്നു നിങ്ങൾ ഇങ്ങോട്ട് വരുമെന്ന്. വരൂ, മോട്ടു പത്ലു വന്ന തുരങ്കത്തിലൂടെ നമുക്ക് എല്ലാവർക്കും പുറത്തേക്ക് പോകാം. നമുക്ക് രക്ഷപ്പെടാം. മൈഡിയ മോട്ടു, ഈ ഫുർഫുറെ നഗരത്തിലെ ജനങ്ങൾ നിങ്ങളോട് എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു. രാജ്യമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. ഒരിക്കൽ കൂടി കൊതുകുകൾ വന്നാൽ അവറ്റങ്ങളെ ഞാൻ ഈ മരുന്നുകൊണ്ട് ഇങ്ങനെ അടിച്ച് എല്ലാറ്റിനെയും കൊല്ലും. രക്ഷിക്കണേ, രക്ഷിക്കണേ. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് എപ്പോഴാണ് ചോട്ടു? കുഞ്ഞൻ ജോണ്, നീ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കല്ലേ. പിള്ളേരാണെന്ന് കരുതി ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകും, പറഞ്ഞേക്കാം. നിങ്ങളിപ്പോ പറഞ്ഞത് വളരെ ശരിയാണ് ഡോക്ടർ ചട്ക. ഞാൻ കുഞ്ഞനല്ല, ഡോണാണ്. ജോൺ ആയിരിക്കും ഡോൺ, ജോൺ തന്നെയായിരിക്കും ഡോൺ. എടോ ചായക്കടക്കാരാ, കുറച്ച് വിടായും സമോസയും തരൂ വേഗം. വഴിന്നൊന്ന് മാറിക്കേ ചേട്ടാ. 10 സമോസ റെഡിയാക്കിയേക്ക്. ആദ്യം ആരാണോ വരുന്നത് അവർക്കായിരിക്കണം ആദ്യം കൊടുക്കേണ്ടത്. പിന്നൊരു കാര്യം, ഞാൻ കുട്ടിയല്ല. അതെ മോനെ, സോറി കേട്ടോ. എന്റെ മിഠായി സമോസയും വാനിൽ കൊടുത്തേക്കും. അവിടെയാ റോഡിന്റെ അപ്പുറത്തെ സൈഡിൽ. ഈ കുട്ടി റോഡ് ക്രോസ് ചെയ്യുന്നല്ലോ. മോനെ, നിന്റെ അച്ഛനും അമ്മയും എവിടെയാ? താടി വെച്ച മനുഷ്യ, നാണമില്ല നിനക്ക്? എന്റെ ദേഹത്ത് വലിഞ്ഞു കയറുന്നോ? അല്ല, ഇതെന്താ ബോസ് നമ്മളെ കൂടാതെ കുട്ടിക്കരണം പറഞ്ഞു പോകുന്നേ? ഇന്നാരുടെ മുഖം കടി കണ്ടതെന്നറിയില്ല. ആകെ മൊത്തം ഭയങ്കര ടെൻഷൻ. എവിടെ നോക്കിയാലും ഓരോരോ പരീക്ഷണങ്ങളാണ് എന്റെ അമ്മോ. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ അല്ലേ നമ്പർ 2. കവിതയുടെ കാര്യം വിട്ടിട്ട് എന്റെ പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരം പറഞ്ഞതാണ്. ബോസ്, ഇവിടുന്ന് ഏതാണ്ട് 200 മൈൽ അപ്പുറത്ത് ഒരു സന്യാസിയുണ്ട്. അങ്ങേരുടെ കയ്യിലുണ്ടല്ലോ വലുപ്പം വെക്കാനുള്ള ഒരു മരുന്നുണ്ട്. ഞാൻ പോകാം. എനിക്ക് നീളം വെക്കാൻ വേണ്ടി ഏത് പരലോകത്തും എവിടെ വേണമെങ്കിലും പോകാം. ബോസ്, ഇപ്രാവശ്യത്തെ കവിത അത്രയ്ക്ക് അങ്ങോട്ട് മനോഹരായില്ല. മര്യാദക്ക് വായടച്ച് ഞാൻ എന്താ പറയുന്നെന്ന് വെച്ചാൽ അത് ചെയ്യേ. ഞാനിപ്പോ കവിത പറയാനുള്ള മൂടിലല്ല, ഞാൻ പോവാ. സന്യാസി, ഞാനിതാ വരുന്നു. ദേ വന്നു. സന്യാസി ശ്രേഷ്ഠന് നമസ്കാരം. നമസ്കാരം, നമസ്കാരം, നമസ്കാരം. പ്രഭു, അങ്ങ് എന്റെ അപേക്ഷ കേട്ടോ. എന്റെ തപസ് ബലം കണ്ടു. ഇന്ന് അങ്ങ് സ്വയം പ്രത്യക്ഷപ്പെട്ടോ. പക്ഷെ അങ്ങ് കാണുന്നില്ലല്ലോ. ദർശനം നൽകൂ ഭഗവാനെ, ദർശനം നൽകൂ. ദർശനം കിട്ടണമെങ്കിൽ ആദ്യം താഴേക്ക് നോക്ക്. മോനേതാ മോനെ? അല്ല പ്രഭു, താങ്കളൊരു ബാലകന്റെ രൂപത്തിലാണോ വന്നത്? ഞാൻ ധന്യനായി പ്രഭു, ഞാൻ ധന്യനായി പ്രഭു. നിങ്ങൾ ധന്യനുമായില്ല, ഞാൻ നിങ്ങളുടെ പ്രഭുവല്ല, ഞാനൊരു കുട്ടിയുമല്ല. അതാദ്യം മനസ്സിലാക്ക. ഞാനിവിടെ ഉയരം വെക്കാനുള്ള മരുന്ന് അന്വേഷിച്ചു വന്നതാണ്. ഞാനാണ് ഡോൺ, ഞാൻ തന്നെയാണ് ഡോൺ, ഞാനാണ് ഡോൺ. ഞാൻ നിനക്ക് ഒരു മരുന്നും തരാൻ പോണില്ല. അതിനിപ്പോ എന്റെ ജീവൻ പോയാലും ശരി. അതൊക്കെ നിങ്ങളുടെ ആഗ്രഹം സന്യാസി വരിക. തരാം. എന്നാ പിടിച്ചോ. ചൊവ്വരുണ്ടേല് ചിത്രമുള്ളൂ. മോനെ, ആ തോക്ക് അങ്ങോട്ട് മാറ്റി വെച്ചേക്ക്. ഇതെന്താ കപ്പലണ്ടി വാങ്ങാനാണോ? വേണ്ട, ഇങ്ങനെ ആക്രാന്തം കാണിക്കരുത്. ഇത് മുഴുവൻ ഇങ്ങനെ കഴിക്കാൻ പാടില്ല.
ഇപ്പൊ വിളിക്ക് കുഞ്ചൻ ജോണേ, കുഞ്ചൻ ജോണേന്ന്. ഞാനാണിപ്പോ വലിയ ജോൺ, ഭീകരൻ ജോൺ. ഓ, ഇത്രയും വെളിച്ചത് എവിടുന്നാ? മേൽക്കൂര പോയെന്നാ തോന്നുന്നു. മേൽക്കൂരയല്ല പോയത്, വീട് മുഴുവനും പോയി. ആഹാ, ഇവിടെ ഉണ്ടായിരുന്നോ? ഇതെന്തൊരു സ്വപ്നമാണ്. ജോൺ ഒരു രാക്ഷസനെ പോലെയല്ലേ എന്റെ മുമ്പിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞാനെന്തിനാ പേടിക്കുന്നത്? എന്റെ മോട്ടു, നീയൊന്ന് എഴുന്നേൽക്ക്. ഇങ്ങനെ കിടന്ന് ഉറങ്ങരുത്. ഇത് സ്വപ്നമല്ല, ശരിക്കും ജോൺ ആണ്. അല്ല, ഈ ജോൺ എങ്ങനെ ഇത്രയും വലുതായത്? ഇത് സത്യമാണോ? എന്നിട്ടാണോ കിടക്കുന്നത്? ഓടിക്കോ! രക്ഷിക്കണേ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. നിങ്ങളെ ആരും രക്ഷിക്കാൻ വരില്ല. നിങ്ങൾ രണ്ടുപേരുടെ അവസാനം ഈ ജോണിന്റെ കൈ കൊണ്ടായിരിക്കും. എത്ര നല്ല കവിതയാ, അടിപൊളി. മോട്ടു, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഞാൻ എന്ത് ചെയ്യാനാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ പറ. ഐഡിയ ആദ്യം ഞാൻ ചെയ്യാ, നീ അതുപോലെ ചെയ്യ്. ബോസ്, അവര് അങ്ങയുടെ ഷർട്ടിനകത്തേക്ക് കയറി. ബോസ് അറിഞ്ഞില്ലേ? നിങ്ങൾ എങ്ങോട്ടായി പോകുന്നത്? അങ്ങോട്ട് പോവല്ലേ? ചിങ്കം സാറേ, ജോൺ പെട്ടെന്ന് അങ്ങ് വലുതായി. എന്നിട്ട് എല്ലാവരും തല്ലുവാ. അതെ സാറേ, എന്തെങ്കിലും ഒന്ന് ചെയ്യ്. Wife here when Chingam is here. എവിടെയാണവൻ? അങ്ങോട്ട് നോക്ക്, ദാ വരുന്നു. എന്റെ അമ്മോ, ഇത് ജോൺ ദ ഡോൺ അല്ലേ? ഹലോ മിസ്റ്റർ ചിങ്കം, ഹൗ ആർ യു? ഫൈൻ, താങ്ക് യു. ചിങ്കം എങ്ങോട്ടാ ഓടിപ്പോവുന്നേ? ഓടരുത്. ചിങ്കത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇമ്പോസിബിൾ ആണ്, ഭയങ്കര ഇമ്പോസിബിൾ ആണ്, ഹൈലി ഇമ്പോസിബിൾ. ഓ, ഞാനും കസിട്ടറാകുമ്പോ അവനെ കണ്ടു. അവനെ പഴയതുപോലെ ആക്കാൻ എന്റെ അടുത്തൊരു മരുന്നുണ്ട്. എന്റെ കയ്യിലെ മരുന്ന് അവന്റെ മുഖത്ത് തളിച്ചു കഴിഞ്ഞാല് അവൻ പഴയതുപോലെ ചെറുതായി മാറും. ആ, പക്ഷെ അവന്റെ മുഖത്ത് മരുന്ന് എങ്ങനെ ഒഴിക്കുക? മരുന്ന് കുടിപ്പിക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടല്ലോ. നിങ്ങൾ രണ്ടാലും ചിങ്കം സാറിനോടൊപ്പം ഡോക്ടർ ചട്കയുടെ ഫ്ലൈയിങ് കാറിൽ പോയി അവന്റെ മുഖത്ത് മരുന്ന് ഒഴിച്ചാ മതി. ഇല്ല ഇല്ല ഇല്ല, ഞാൻ ഒരിക്കലും പോവില്ല. മോട്ടു, ഈ ഫുർഫുറെ നഗരത്തിന്റെ അഭിമാനം തന്നെ നിങ്ങളുടെ രണ്ടുപേരും കയ്യിലാ ഉള്ളത്. അതുകൊണ്ട് പറ്റില്ല എന്ന് പറയരുത്. പോണം, നിങ്ങൾ എന്തായാലും പോണം. കൊതുകിന്റെ മുകളിൽ ഇരുന്നിട്ടാണോ എന്നെ നശിപ്പിക്കാൻ വേണ്ടി വരുന്നത്? ഈ ജോൺ കൊതുകിനെ കണ്ട് പേടിക്കുന്നവരൊന്നും അല്ല. ഓടിക്കോ, ജീവൻ വേണേ ഓടിക്കോ. എന്റെ കാല് കുടുങ്ങിയേ. എന്റെ അമ്മോ, രക്ഷിക്കണേ, രക്ഷിക്കണേ. ആരെങ്കിലും മോട്ടോന്റെ കാലൊന്ന് പുറത്തെടുക്കണേ. എന്റെ അമ്മോ, രക്ഷിക്കണേ. രക്ഷിക്കണേ. ചിങ്കം സാർ, ജോണ മുഴുവൻ ബാങ്കും കൊള്ളയടിച്ചു. ചിങ്കം സാറ്, എന്റെ സാറ്, അയാൾ എന്റെ മുഴുവൻ ജ്വല്ലറി ഷോപ്പും കൊള്ളയടിച്ചു. ഞാൻ അവനെ വിടില്ല, വെറുതെ വിടില്ല. പക്ഷെ അവൻ ചെറിയ സൈസായി മാറുന്നത് വരെ എനിക്ക് അവനെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇത്രയും വലിയ ജയില് എന്റെ സ്റ്റേഷനിൽ ഇല്ല 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 ഇല്ല. ഞാനൊരു മിസൈൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മിസൈലിനകത്തുള്ള മരുന്ന് ജോണിന്റെ മുഖത്ത് തളിച്ചാൽ അവൻ പഴയ രൂപത്തിലായി മാറുന്നതായിരിക്കും. പൊളിച്ചെടുത്തല്ലോ. ഈ സൈസ് ചെറുതാക്കുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടുള്ള പണിയല്ലേ? ആരെങ്കിലും ഈ മിസൈൽ ജോണിന്റെ മുഖത്തിന് നേരെ എത്തിച്ചേ പറ്റൂ. പക്ഷെ ആര് പോകും? മോട്ടു പത്ലു, ഈ മിസൈലിന്റെ പുറത്തൊരു ഞട്ടും ബോൾട്ടും ഉണ്ട്. അതൊന്ന് ടൈറ്റ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്?
ഇവര് രണ്ടുപേരും ഭയങ്കര ധൈര്യശാലികളാ. ജോണിന്റെ വായില് മിസൈല് തിരികെ കയറ്റാൻ വേണ്ടി ഇവരെ മിസൈലും എടുത്തോണ്ട് പോയി. ഐ സല്യൂട്ട് മോട്ടു പത്ലു, യു ആർ ഗ്രേറ്റ്. നിങ്ങളെ പോലത്തെ നല്ല മനസ്സുള്ള ആൾക്കാര് 1000 വർഷത്തിൽ ഒരിക്കലേ ജനിക്കുള്ളൂ. വി ഓൾ സല്യൂട്ട് യു. വി ഓൾ സല്യൂട്ട് യു. ഓ മോട്ടു, എന്റെ ചങ്ക്, എന്റെ ബ്രോ, ഞങ്ങൾക്ക് വേണ്ടി എന്തിനാ നീ നിന്റെ ജീവൻ പണയം വെച്ചത്? എന്ത്? മോട്ടു രക്ഷിക്കണേ! രക്ഷിക്കണേ! ഞാനിനി ഇവിടെ ജീവിച്ചോളാം, ഒരു സന്യാസിയായിട്ട്. നീ ഇവിടെ സന്യാസിയായി കഴിഞ്ഞാൽ നിനക്ക് പിന്നെ എങ്ങനെ സമൂസ കഴിക്കാൻ പറ്റും? ചായക്കട ചേട്ടനെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോളാം. കണ്ടില്ലേ എത്ര സമാധാനം ഉണ്ടെന്ന്. രക്ഷിക്കണേ! ഞങ്ങളെ രക്ഷിക്കൂ. ദാ കണ്ടില്ലേ മോട്ടു പത്ലു, അവരങ്ങനെ തോറ്റു കൊടുക്കില്ല. മിസൈലുമായി അവര് ജോണിന്റെ മുഖത്തിന് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബോസ്, അങ്ങനെ അങ്ങ് ചിരിക്കണ്ട. ദേ അവര് വരുന്നുണ്ട്. അറിയാലോ, അവര് മഹാപരാക്രമികളാ. ബോസ്, നിൽക്ക് നിൽക്ക്, തല ചുറ്റുന്ന എനിക്ക്. രക്ഷിക്കണേ! രക്ഷിക്കണേ! വേണ്ട! യെസ് മോട്ടു പത്ലു, കം ഓൺ. വേണ്ട. എല്ലാരും ഞാൻ എടുത്തോളാം. ആദ്യം മോട്ടൂരെ പത്രിനെ ഒന്ന് കാണട്ടെ. വീട്ടില്ല ഞാൻ. അമ്മേ! അടിക്ക്.